അപ്പോ കണിയാപുരത്താണുള്ളത്. കഴക്കൂട്ടം കഴിഞ്ഞ് ആദ്യത്തെ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെയാണ് നിങ്ങൾ ഈ കാണുന്നത് ജനസഞ്ചയം. ഓരോ പോയിന്റുകളിലേക്ക് എത്തുമ്പോഴും മണിക്കൂറുകൾ വൈകി ഓടുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കാണും. മതിയായ വെളിച്ചങ്ങളില്ലെങ്കിൽ പോലും ഓരോ പ്രദേശത്തും എത്ര മാത്രം ആൾക്കാർ തിങ്ങിക്കൂടുന്നുണ്ട് എന്ന് ദൃശ്യം ഭൗതിക ശരീരത്തിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ നിന്നും തൊഴിലാളികളും ചരിത്രം തിരുത്തി കുറിച്ച ആലപ്പുഴയിലെ വലിയ ചെറുകാട്ടിലേക്ക് സഖാവ് VS-ന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇതാ നൂറുകണക്കിന് ചുവപ്പ് സേനാംഗങ്ങളുടെ അകമ്പടിയോടെ ഇതാ കടന്നു വരുന്നു. പ്രിയപ്പെട്ട VS-നെ കാണുവാൻ തിങ്ങി നിറഞ്ഞ 10,000-കണക്കിന് ജനങ്ങളെ കണ്ണീരിലാക്കിക്കൊണ്ട് കേരളത്തിന്റെ വിപ്ലവപുത്രന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇതാ കടന്നു വരുന്നു. ആ വിലാപയാത്ര കണിയാപുരത്തേക്ക് കടന്നു വരാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. അനൗൺസ്മെന്റ് വാഹനം കടന്നുപോയിട്ടുണ്ട്. ഇപ്പോൾ ഏതാനും സെക്കൻഡുകൾക്കകത്ത് വിലാപയാത്ര കണിയാപുരം ബസ് സ്റ്റാൻഡ് കടന്ന് ഈ ആലുമൂട് ജംഗ്ഷനിലേക്ക് എത്തും. അതിനു മുന്നോടിയായിട്ട് മതിയായിട്ടുള്ള വെളിച്ചം കൂടി ഇല്ലെങ്കിൽ പോലും ജനം തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ച VS-നോട് ഒരു നാടിന്റെ ആദരവ് എത്രയാണെന്ന് വീണ്ടും വീണ്ടും വിളിച്ചോതുകയാണ്. കഴക്കൂട്ടത്ത് എന്ത് ജനസഞ്ചയമാണോ കണ്ടത് അതിനോളം വെല്ലുന്ന ജനസഞ്ചയം ആലുമൂട് പ്രദേശത്തും തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. റോഡിന് ഇരുവശത്തായിട്ട് ആയിരക്കണക്കിന് മനുഷ്യർ VS-നെ ഒരു നോക്ക് കാണാൻ, ആ വിലാപയാത്രയിൽ ആ ചരിത്ര പുരുഷനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നതിന്റെ കാഴ്ച നിങ്ങൾ കാണൂ. വിലാപയാത്ര വെട്രോഡ് എന്നുള്ള തൊട്ടപ്പുറത്തെ ജംഗ്ഷൻ കഴിഞ്ഞ് കഴക്കൂട്ടത്ത് നിന്ന് 3 കിലോമീറ്ററിന് ഇപ്പുറം എത്തുമ്പോൾ പോലും റോഡിൽ അണമുറിയാത്ത ജനപ്രവാഹമുണ്ട് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. റോഡിന്റെ ഇരുവശത്തും ജനം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതും ഒരു നോക്ക് കാണാൻ, അവസാന അദ്ദേഹത്തിനൊരു അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മനുഷ്യർ. ഏകദേശം 5 മണിക്കൂർ വൈകിട്ട് പോലും 5-6 മണിക്കൂർ വൈകിട്ട് പോലും അക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്ന അവർ ഒരു നേതാവിന് കൊടുക്കുന്ന ബഹുമാനം, ആദരവ് എത്രത്തോളം കേരള രാഷ്ട്രീയം കാണുന്ന സന്ദർഭം. ഭൗതിക ശരീരവും പേറിയുള്ള വിലാപയാത്രയാണ് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നത്. പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവ്, ഒരു നൂറ്റാണ്ടിന്റെ വിപ്ലവ വീര്യം, പാവങ്ങളുടെ പടത്തലവൻ, വിപ്ലവ സൂര്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളി, സമരസഖാവ്, ജനനായകൻ, ജനപക്ഷ നായകൻ, സ്വച്ഛതയുടെ പ്രതീകം, വിട്ടുവീഴ്ചയില്ലാത്ത വിപ്ലവ പോരാളി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ. ആ വാഹന വ്യൂഹം കടന്നു വന്ന് തുടങ്ങി. മാധ്യമ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി കടന്നു വരികയാണ്. തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത വിശേഷണങ്ങൾ മാത്രം. അതാണ് സഖാവീയ. പക്ഷേ സഖാവീയ ഇന്ന് നമ്മൾ വിട്ട് യാത്രയായിരിക്കുന്നു. സഖാവ് ഓർമ്മയായിരിക്കും.
ദാ മാധ്യമങ്ങളുടെ അകമ്പടി വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. ഇതാ നോക്കൂ, ആ വാഹനങ്ങൾക്ക് ഏറ്റവും പിന്നിലായി കാണുന്ന VS-ന്റെ പടം ആലേഖനം ചെയ്ത KSRTC ബസ്സുകൾ. ഈ കാണുന്നതെല്ലാം ഓരോ ചാനലുകളുടെ വാഹനങ്ങൾ കടന്നു പോകുന്നതാണ്. ഒപ്പം MLA-മാരുടെ, മറ്റ് ജനപ്രതിനിധികളുടെ, മാധ്യമങ്ങളുടെ എല്ലാം ഇത് കടന്നു പോകുന്നുണ്ട്. ഈ നഗരം ഇത് റോഡ് പണി നടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ മതിയായ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലെങ്കിൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു മനുഷ്യർ, ഒരു നാടൊന്നടങ്കം ഒരു വ്യക്തിക്ക് ആദരവർപ്പിക്കാൻ ഇവിടെ എത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം VS അവസാനമായി ഈ പാതയിലൂടെ ഇപ്പോൾ കടന്നു പോകും. അത് കാണാൻ വേണ്ടി, ആ ചേതനയേറ്റ ശരീരം ഒരു നോക്ക് കാണാൻ വേണ്ടി തടിച്ചുകൂടി നിൽക്കുന്ന മനുഷ്യരെയാണ് നിങ്ങൾ കാണുന്നത്. കണിയാപുരം ആലുമ്മൂട് നഗരത്തിൽ നിന്നുള്ള ദൃശ്യമാണ്. കഴക്കൂട്ടത്തിന് സമാനമായിട്ട് ഈ ദൃശ്യം നിങ്ങൾ കാണും. ദൃശ്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും എങ്ങനെയായിരുന്നു ഒരു മനുഷ്യൻ എന്നുള്ളത്. ഇത് ആരെങ്കിലും തള്ളിയിടണമെങ്കിലാണ് ഇതിപ്പോൾ. അകമ്പടി വാഹനങ്ങൾ കടന്നു പോവുകയാണ്. കഴക്കൂട്ടം മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ രീതി. ഇതോ ആ കാണുന്ന വാഹനം, ആ വാഹനം ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട്. കണിയാപുരം നഗരത്തിലേക്ക്, ആലുമ്മൂട് ജംഗ്ഷനിലേക്ക് VS-ന്റെ ഭൗതികദേഹവും വഹിച്ചുള്ള ആ വിലാപയാത്ര കടന്നു വരികയാണ്. ഏതാനും സെക്കൻഡുകൾ മാത്രം നമുക്ക് കണ്ണിൽ കാണാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യർ അണിനിരക്കുകയാണ്. മുദ്രാവാക്യങ്ങളും ഒപ്പം അക്ഷമയോട് കാത്തുനിന്ന മനുഷ്യരുടെ മുന്നിലേക്ക് അക്ഷമയോടെ കാത്തുനിന്ന മനുഷ്യരുടെ അടുത്തേക്ക് ഇതാ കണ്ട, ഇതല്ല വാഹനം, ഇതല്ല പുറകിൽ വരുന്നതാണ്, ഇതല്ല. ആ പുറകിൽ വരുന്ന അങ്ങനെ വരുന്നതാണ്, ഇതല്ല. എല്ലാവർക്കും കാണുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. സഖാവ് VS-നെ കാണാനും അന്ത്യാഭിവാദ്യം അർപ്പിക്കാനും എല്ലാവർക്കും സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ റോഡിന്റെ ഇരുഭാഗത്തേക്കും സഖാക്കൾ മാറി നിൽക്കുക. നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ, സുഹൃത്തുക്കൾ
എല്ലാവരും റോഡിന്റെ ഇരു ഭാഗത്തേക്ക് മാറി നിൽക്കും. വലിയ വാഹനമാണ്, KSRTCയുടെ വലിയ വാഹനത്തിനാണ് സഖാവ് VSന്റെ മൃതശരീരം കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഗ്യാസുള്ള വാഹനങ്ങൾ VSന്റെ വിലാപയാത്ര കടന്നുപോയതാണ് നിങ്ങൾ കണ്ട കാഴ്ച. ഇതാണ് കണിയാപുരത്തുള്ള അവസ്ഥ. ഏകദേശം 5-6 മണിക്കൂർ വൈകി ഓടുമ്പോഴും വലിയ ഗതാഗത കുരുക്ക്, വലിയ ജനസഞ്ചയം. VSനെ ഒരു നോക്ക് കാണാൻ, അവസാനമായ ആദരാഞ്ജലി അർപ്പിക്കാൻ കണിയാപുരത്ത് കണ്ട ജനസഞ്ചയമാണ്. അത് വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയാൽ ഈ വാഹനത്തിൽ നോക്കൂ, റീത്ത് തന്നെ എത്രമാത്രം ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. നോക്കൂ, ഒരു വാഹനം നിറച്ച് റീത്തായി തന്നെ. അപ്പോ ഇതൊക്കെയാണ്, ഇങ്ങനെയാണ് ഈ വിലാപയാത്ര കടന്നു പോകുന്നത്. ഇതിപ്പോ നിലവിൽ പഞ്ചായത്തിലേക്ക് കടന്നപ്പോൾ ഉള്ള അവസ്ഥയാണ്. വാഹനങ്ങൾ ഇങ്ങനെ നിരനിരയായി വരുന്നുണ്ട്. റോഡ് ഗതാഗതം സ്തംഭിച്ച അവസ്ഥയാണ്. ദേശീയപാത അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കിക്കൊണ്ടാണ് VSന്റെ യാത്ര കടന്നു പോകുന്നത്. പലയിടങ്ങളിലും ഈ ജനത്തിരക്ക് കാരണം അടിമുടി സ്തംഭിച്ച അവസ്ഥ. VSന് നാട് നൽകുന്ന ആദരം, VS എന്ന കമ്മ്യൂണിസ്റ്റിന് ഈ നാട് കൊടുത്തിരുന്ന ബഹുമാനം, അദ്ദേഹത്തെ എത്രത്തോളം നെഞ്ചിൽ ചേർത്ത് പിടിച്ചു എന്നതിന്റെ ഒരു നേർസാക്ഷ്യം കൂടിയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി നിങ്ങൾ കാണുന്ന ദൃശ്യമെന്ന് പറയേണ്ടി വരികയാണ്. VS ജനങ്ങൾക്ക് എത്രമാത്രം വൈകാരിക അടുപ്പമായിരുന്നു എന്നുള്ളത് കൂടി
നിങ്ങൾക്ക് അതിൽ നിന്ന് വ്യക്തമാകുകയാണ്. ഇതൊക്കെ ആയിരുന്നു ഒരു നാടിന് VS എന്നും ഇത് മാത്രമായിരുന്നു എന്നും കഥകൾക്കപ്പുറം നമ്മൾ കേട്ട VS എത്രമാത്രം ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ളത് വിലാപയാത്രയുടെ ഓരോ പോയിന്റുകളിലെത്തുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആദരങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയാണ്.